മെസ്സിയുടെ 10ാം നമ്പർ ബാഴ്സലോണ യമാലിന് കൈമാറുകയാണ്. Eita novinha delícia, ela tá de marquinha de fita, ela nossa da minha cabeça, da cabeçada ela é pica. Eita novinha delícia, ela tá de marquinha de fita, ela nossa da minha cabeça, da cabeçada ela é pica. Eita novinha delícia. പ്രതീക്ഷകളുടെ അമിതഭാരം അടുത്ത സീസൺ മുതൽ ഫുട്ബോൾ ക്ലബ് ബാഴ്സലോണയുടെ 10ാം നമ്പർ ജേഴ്സി അണിയുമ്പോൾ യമാലിനില്ല. താൻ എന്താണെന്ന് 17ാം വയസ്സിൽ തന്നെ ബ്ലൂഗ്രാന സീനിയർ കുപ്പായമണിഞ്ഞ യമാൽ കാണിച്ചതാണ്. ഓരോ മത്സരത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മെസ്സിയും മറഡോണയും റൊണാൾഡിനോയും റിവാൾഡോയും അണിഞ്ഞ അതേ 10ാം നമ്പർ ബാഴ്സ മറ്റൊരാൾക്ക് കൈമാറുകയാണ്. അവർക്കത് ചെയ്യാൻ ലോകം തന്നെ പിന്തുണയ്ക്കുന്ന കാരണങ്ങളുണ്ട്. May I have your attention, please? May I have your attention, please? Will the real Slim Shady please stand up? We're gonna have a problem here. Y'all act like you never seen a white person before. Jaws all on the floor like Pam, like Tommy just burst in the door and started whooping her ass worse than before. They first were divorced, sewing her over furniture. It's the return of the... Oh, wait, no, wait, you're kidding. He didn't just say what I think he did he? And Dr. Dre said, nothing, you idiots. Dr. Dre's dead. He's locked in my basement. ലെഫ്റ്റ് വിങ്ങിൽ റഫീനയും റൈറ്റിൽ യമാലും സ്ട്രൈക്കറായി ലെവൻഡോസ്കിയും തകർക്കുമ്പോൾ ബാഴ്സ ആരാധകർക്ക് മുന്നിൽ മിന്നുന്നത് ഒരു സുവർണ കാലമാണ്. മെസ്സി, നെയ്മർ, സുവാരസ്ത്രയം പുൽമൈതാനങ്ങളെ അടക്കി വാണിരുന്ന കാലം. അവിടെ മെസ്സി നടത്തിയ മന്ത്രജാലം ഓർമ്മിപ്പിക്കുമ്പോഴും യമാൽ താനെന്താണെന്ന് വ്യക്തമായും കാട്ടിത്തരുന്നുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളിക്കാരനുമായി താരതമ്യപ്പെടുത്തൽ തന്നെ വലിയ ബഹുമതിയാണ്. പക്ഷേ ഞാനാകാനാണ് എനിക്കിഷ്ടം. കൂടാതെ മെസ്സിയുടെ നിലവാരത്തിലെത്തുക അസാധ്യമാണെന്നാണ് മെസ്സി താരതമ്യങ്ങൾക്ക് യമാലിന്റെ മറുപടി. മെസ്സിയെ ആരാധിക്കുന്ന നെയ്മറിന്റെ ശൈലിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന യമാൽ. താരതമ്യങ്ങൾ ലോകം ആവശ്യത്തിലധികം നടത്തുമ്പോഴും ലോക ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലും സ്വന്തമിടം ലാമിൻ യമാൽ അനായാസം കണ്ടെത്തുന്നുണ്ട്. ഇൻബോൺ ടാലന്റ് എന്ന് വെറുതെ പറഞ്ഞു പോവാനാവാത്ത വിധം 17 വയസ്സിൽ തേച്ചു മിനുക്കിയ പ്രതിഭ. 16ാം വയസ്സിൽ യമാൽ സ്പാനിഷ് കുപ്പായം അണിയുക മാത്രമല്ല ചെയ്തത്. 2024 ലാ റോജ യൂറോ കപ്പ് ഉയർത്തുമ്പോൾ അതിന് പ്രധാന കാരണക്കാരനായി യമാൽ മുൻപിലുണ്ടായിരുന്നു. 1 ഗോൾ, 4 അസിസ്റ്റുകൾ. യൂറോ കപ്പിൽ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ബാഴ്സലോണ തകർച്ചയിലേക്ക് വീണുപോയ കാലത്ത് കൈപിടിച്ച് തിരികെ കൊണ്ടുവരുന്നതിൽ കറ്റാലൻ ടാലന്റ് ഫാക്ടറി ലാമാസിയയ്ക്ക് വലിയ പങ്കുണ്ട്. അത്തരമൊരു പതനത്തിൽ ബാഴ്സ വീണ്ടും നിൽക്കുമ്പോഴാണ് യമാൽ അടക്കമുള്ള കളിക്കാർ ചേർന്ന് ഫ്ലിക്കിനു കീഴിൽ പുതിയൊരു പ്രതാപകാലം തീർക്കുന്നത്. പന്ത് എന്നിലേക്ക് എത്തുന്നതിന് മുൻപ് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് എൻ്റെ വലിയ ശക്തി എന്നാണ് യമാൽ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. തുകൽപന്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള നീക്കങ്ങൾ. ഗോൾ അടിക്കുന്നതിനേക്കാൾ ഗോൾ അടിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കളിക്കാരൻ. 2024-25 സീസണിൽ ഇതുവരെ മാത്രം 5 ഗോളുകൾ, 9 അസിസ്റ്റുകൾ. ബാഴ്സയിൽ നിന്ന് മറ്റൊരു ക്ലബിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന കോടികൾ എനിക്ക് ആവശ്യമില്ല. ഒരിക്കലും ക്ലബ്ബ് വിട്ടുപോകാതെ ബാഴ്സ ഇതിഹാസമായി അറിയപ്പെടാനാണ് ആഗ്രഹമെന്നാണ് യമാൽ ചെറുപ്പത്തിലെ നിലപാട് വ്യക്തമാക്കിയത്. 7ാം വയസ്സിൽ ലാമാസിയയിലെത്തിയ കുഞ്ഞിന്റെ അടിയുറച്ച കറ്റാലൻ ബോധം. പാസുകളിലെയും ഷോട്ടുകളിലെയും കൃത്യത, പ്രായത്തിന് അപ്പുറമുള്ള പക്വത, അതിശയിപ്പിക്കും വിധമുള്ള ഓൺ പിച്ച് വീക്ഷണം, ഗെയിം റീഡിംഗ്, മാച്ച് ഇന്റലിജൻസ്. ബാഴ്സയുടെ 10ാം നമ്പറിലേക്ക് മറ്റൊരു മെസ്സി എന്ന ഇതിഹാസ പാരമ്പര്യത്തിന് പിൻഗാമിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട് കടന്നു വരുമ്പോഴും യമാലിന് അവിടെ ഭയങ്ങളില്ല. ആ ബാലൻ കളിക്കുന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള അനായാസത. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2035 ആകുമ്പോഴും യമാലിന്റെ പ്രായം വെറും 27 വയസ്സ് മാത്രമായിരിക്കും.
കാത്തിരിക്കുന്നത് ചെറിയ കാലയളവല്ല. യമാൽ ഫിറ്റായിരിക്കണമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്നത് കറ്റാലന്മാരും കറ്റാലൻ പടയുടെ ആരാധകരും മാത്രമല്ല, കാൽപന്ത് കളിയുടെ ആരാധകർ മുഴുവനാണ്. ബാഴ്സയെ വെറുക്കുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ യമാലിനെ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു കാരണമേയുള്ളൂ: യമാൽ അവരുടെ ടീമിൽ അല്ല എന്നത് മാത്രം.